ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ CSS ഫോണ്ട് കളർ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഫോണ്ട് ഫാമിലി എങ്ങനെ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഫോണ്ട് സൈസ് എങ്ങനെ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഫോണ്ട് സൈസ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഫോണ്ട് സ്റ്റൈല് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഫോണ്ട് സ്റ്റൈലിൽ പ്രധാനമായിട്ടും 3 വിധത്തിലാണ് വരുന്നത്. ഒന്നാമത്തെ ഇറ്റാലിക്ക, രണ്ടാമത്തെ ഒബ്ലിക്കോ, അതേപോലെ തന്നെ മൂന്നാമത് നോർമൽ. ഇങ്ങനെ 3 വിധത്തിലാണ് നമ്മൾ CSS ഉപയോഗിച്ച് ഫോണ്ട് സ്റ്റൈല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് നമുക്ക് CSS ഫോണ്ട് സ്റ്റൈൽ ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. ഓക്കെ, നമ്മളിവിടെ വന്ന് ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്തു വെച്ചത് ഞാനിതിവിടെ ഓപ്പൺ ചെയ്തു. ഇത് ഞാനിവിടെ ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ CSS എക്സാമ്പിൾ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള സ്റ്റൈലുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിന് ഫോണ്ട് സ്റ്റൈല് ഇറ്റാലിക് ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക് ചേർത്ത് കൊടുക്കാൻ ഇവിടെ വന്ന് ഫോണ്ട് സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇറ്റാലിക് എന്ന് ചേർത്ത് കൊടുത്താൽ ഈ ഫോണ്ട് ഒന്ന് ഇറ്റാലിക് ആയിട്ട് ഒന്ന് ചെരിഞ്ഞു വന്നിട്ടുണ്ടാവും. ഓക്കെ, അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇറ്റാലിക്കിന്റെ സ്ഥാനത്ത് നമുക്ക് ഒബ്ലിക്കു ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഫോണ്ട് നോർമൽ ഏതാണ്ട് ഇറ്റാലിക് എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ ഈ ഫോണ്ട് സ്റ്റൈൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് നോർമൽ സ്റ്റൈലിലേക്കാണ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോർമൽ എന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 3 വിധത്തിലാണ് ഫോണ്ട് സ്റ്റൈൽ വരുന്നത്. ഓക്കെ, അടുത്തതായി നമ്മളിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫോണ്ടിന് വേരിയൻസ് ചേർത്ത് കൊടുക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഫോണ്ട് വേരിയൻസ് നമുക്ക് സ്മാൾ ക്യാപ്സ് എന്ന രൂപത്തിൽ ഒന്ന് ചേർത്ത് കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിന് തന്നെ നാം ഫോണ്ട് വേരിയൻസും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫോണ്ട് വേരിയൻസ് എന്ന് ചേർത്ത് കൊടുത്തു, വേരിയന്റ് എന്ന് ചേർത്ത് കൊടുത്തു. അത് ഞാനിവിടെ വന്ന് സ്മാൾ ക്യാപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ഏതാണ്ട് ഈ രൂപത്തിലായിരിക്കും വരിക. സ്മാൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാപിറ്റൽ ലെറ്ററിലും വരും. അതായത് ആദ്യത്തെ അക്ഷരം മാത്രം ഒന്ന് കുറച്ച് വലിപ്പം കൂടിയിട്ടൊക്കെ ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ സ്മാൾ ക്യാപ്സ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് പഴയ രൂപത്തിൽ നോർമൽ സ്റ്റൈലിലേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നോർമൽ എന്ന് ചേർത്ത് കൊടുത്താൽ ഇത് നോർമൽ സ്റ്റൈലിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഫോണ്ട് വേരിയൻസ് 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് സ്മാൾ ക്യാപ്സും അതേപോലെ തന്നെ നോർമലും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഫോണ്ട് വെയിറ്റ് ആണ്. അതായത് ഫോണ്ടിന് എങ്ങനെ നമുക്ക് സൈസ് കൂട്ടി കൊടുക്കാം, അതേപോലെ തന്നെ കുറച്ചു കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോണ്ട് വെയിറ്റിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെ ഫോണ്ട് വെയിറ്റ് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫോണ്ട് വെയിറ്റ് ചേർത്ത് കൊടുക്കാൻ ഇവിടെ ഇതിന് തന്നെ നമ്മൾ ഫോണ്ട് വെയിറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ട് വെയിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ബോൾഡ് ആക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റ് ഒന്ന് ബോൾഡായി വന്നിട്ടുണ്ടാവും, ഒന്നുകൂടി കട്ടി കൂടി വന്നിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ബോൾഡിന് പകരം ഇനി നമ്മളിവിടെ വന്ന് ബോൾഡർ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നേരത്തെ ഏതാണ്ട് ബോൾഡിന് എന്താണോ പറഞ്ഞത് അതേ രൂപത്തിൽ തന്നെ ഈ ഫോണ്ടിന്റെ ഒന്നുകൂടി കട്ടി കൂടി നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തു വരും. ഇനി അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇവിടെ വന്ന് ലൈറ്റർ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിനെ ഒന്നുകൂടി ഇതിന്റെ സൈസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ലൈറ്റർ രൂപത്തിൽ, അതായത് നമുക്ക് ലൈറ്റ് ആയിട്ട് ഇതിന്റെ തിക്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ലൈറ്റർ രൂപത്തിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരും. ഇനി നമുക്ക് ഇതിന്റെ ഒരു നിശ്ചിത അമൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഇതിന്റെ നമുക്ക് സൈസ് കൂട്ടി കൊടുക്കാം. അതായത് ബോൾഡ് ആക്കുന്നതും അതേപോലെ തന്നെ ബോൾഡർ ആക്കുന്നതും. ഇനി അത് നമുക്ക് ഓരോ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാക്കി ചെയ്യാം. അപ്പൊ ഞാനിവിടെ വന്ന് ഇവിടെ P എന്നൊരു ടാഗ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു, പാരഗ്രാഫ് എന്ന ടാഗ് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതിനാണ് നമ്മൾ ഈ P എന്ന ടാഗിനാണ് നമ്മൾ ഫോണ്ട് വെയിറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ P എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ടാഗ് ഓപ്പൺ ചെയ്ത് ഫോണ്ട് വെയിറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഫോണ്ട് വെയിറ്റ് ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ബോൾഡർ ആണ് ചേർത്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ ഫോണ്ട് ഒന്ന് ബോൾഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അതേ രൂപത്തിൽ തന്നെ ബോൾഡിന് പകരം നമ്മൾ ബോൾഡർ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി അതിന്റെ ബോൾഡ് തിക്നെസ് നമുക്ക് ഇവിടെ വന്ന് ഒന്നുകൂടി കൂടി വരും. ഇനി നമുക്ക് ഓരോന്നിനും വാല്യൂ എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫോണ്ട് വെയിറ്റ് 100 ആണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ഈ രൂപത്തിലായിരിക്കും വരിക. വെയിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 100 മുതൽ 500 വരെ, അതായത് ഈ രൂപത്തിൽ 100 മുതൽ 500 വരെയാണെങ്കിൽ ഫോണ്ട് ലൈറ്റ് നോർമൽ ഈ സ്റ്റൈൽ തന്നെ ആയിരിക്കും വരിക. ഇനി 500 മുതൽ അങ്ങോട്ട് 500 മുതൽ അങ്ങോട്ട് 1000 വരെ നമുക്ക് ഇതുപോലെ ഒന്നുകൂടി കട്ടി കൂടിയിട്ടായിരിക്കും വരിക.
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫോണ്ടിനായിട്ട് നമ്മൾ CSSൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോണ്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സുകളിൽ നോക്കിയത് എങ്ങനെ നമുക്ക് ഫോണ്ട് കളർ ചേർത്ത് കൊടുക്കാം, എങ്ങനെ നമുക്ക് ഫോണ്ട് ഫാമിലി ചേർത്ത് കൊടുക്കാം, എങ്ങനെ ഫോണ്ട് സൈസ് ചേർത്ത് കൊടുക്കാം, എങ്ങനെ ഫോണ്ട് സ്റ്റൈല് ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ ഫോണ്ട് വേരിയൻസ് എങ്ങനെ ഉപയോഗിക്കാം, ഫോണ്ട് വെയിറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.